നീ എന്തിനാ ഇവിടെ വണ്ടി നിർത്തിയത്? ഞാനൊന്ന് കോളേജിൽ വരുന്നില്ല, നീ പൊക്കോ, എനിക്കൊരു മൂടില്ല. അത് ശരി, അത് കൊള്ളാം. നീയും ഇല്ലെങ്കിൽ ഞാനും ഇല്ല. അപ്പൊ എന്നെ ബസ് കയറ്റിട്ട് തിരിച്ചു പോകാനുള്ള പരിപാടിയായിരുന്നു. നടക്കത്തില്ല. എന്തായാലും ഇവിടെ വരെ വന്നേലേ, നമുക്ക് ചായ പിടിച്ചിട്ട് വരാം. ഞാൻ ഇങ്ങോട്ട് വരുന്നില്ലടാ, അവിടെ വിഷ്ണുണ്ടാവും. ഇനി കൺമുമ്പി കണ്ടുപോരുതെന്നല്ലേ പറഞ്ഞേ, വെറുതെ എന്തിനാ? ഞാൻ വരുന്നില്ല, നീ പൊക്കോ. നിനക്ക് എന്താണ് പറ്റിയത്? നീ ഇങ്ങോട്ട് വന്നേ, വെറുതെ ഒരുമാതിരി. നീ പൊക്കോ, ഞാൻ വരുന്നില്ല. ഞാൻ വേണമെങ്കിൽ എന്നെ അവിടെ വരെ ആക്കി തരാം. നീ ഒരുമാതിരി ഷോറൊക്കെ കണ്ടിട്ട് വന്നേ. അല്ല പിന്നെ എന്റെ പൊന്നു വിഷ്ണു, ഇനി എനിക്കൊരു അളവ് തരാൻ പറ്റില്ല. 1-2 മാസമല്ല, 2 വർഷമായി നീ തന്നിട്ട്. ഈ നാളെ നീ പോവാന്ന് പറഞ്ഞു, അടുത്ത വർഷം വരുമ്പോ തരാന്ന്. ഞാൻ എങ്ങനെ വിശ്വസിക്കും? അടുത്ത വർഷം വരുമ്പോഴും ഇത് തന്നെ നീ പറയില്ലെന്ന് ആരും കണ്ടു. അതുകൊണ്ട് നീ ഇപ്രാവശ്യം ദയം ദാക്ഷിണ്യം നിന്റെ അടുത്ത് പ്രതീക്ഷിക്കണ്ട. നീ ആ മുതലും പലിശയും ചേർത്ത് 10 ലക്ഷം രൂപ അടച്ചിട്ട് നാളെ പൊക്കോ. എനിക്ക് എന്തായാലും വേണം. ഞാനിത് അടയ്ക്കാതൊന്നും ഇരുന്നിട്ടില്ലല്ലോ സാർ. ഈ കല്യാണവും നിശ്ചയവും അതും ഇതും പിന്നെ അമ്മയുടെ ഓപ്പറേഷൻ, അങ്ങനെ പൈസ ഒരുപാട് ചെലവായി. അതാ എന്തായാലും നാളെ ഞാൻ പോയി കഴിഞ്ഞാൽ 1 വർഷം കഴിഞ്ഞ് വരും. അന്നേരം സാറിന്റെ പൈസ എന്തായാലും അടച്ചിരിക്കും, പലിശ സഹിതം. ഇപ്പൊ എനിക്ക് 1 വർഷത്തെ സാവകാശം കൂടി തരണം. എനിക്ക് ഈ അളവ് തരാൻ പറ്റില്ല വിഷ്ണു. ഇത് എത്ര നാളെന്ന് വെച്ചാ മേലുദ്യോഗസ്ഥന്മാരെ എന്നെ വിളിച്ചാ ചീത്ത പറയുന്നത്. എന്തായാലും നിനക്ക് ഈ പ്രാവശ്യം ഇളവില്ല. നീ നാളെ പൈസ അടച്ചിട്ട് പോക്കോ. സാർ എന്റെ അടുത്ത് വന്ന് നാളെ പൈസ അടക്കാൻ പറഞ്ഞാൽ ഞാൻ ഈ 10 ലക്ഷം എവിടെ നോപ്പിക്കാനാ? 1 വർഷത്തെ സാവകാശം കൊടുത്താ ഞാൻ എന്തായാലും അടച്ചിരിക്കും. അതോ ഗൾഫുകാരന് പൈസക്ക് ക്ഷാമോ? ഇതിനെ കുറിച്ച് ഞാനൊരു വാർത്ത അറിഞ്ഞു. ഏതോ ഒരു പയ്യൻ വന്ന് ഇവനോട് ഇഷ്ടമെന്ന് പറഞ്ഞു. നീ ഒരു കാര്യം ചെയ്യ്, പൈസ ഇല്ലെന്ന് പറയുന്നുണ്ട്, വേണമെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ അവന്റെ കൂടെ പോയി കൂട്, ചിലപ്പോ അവൻ തന്നാലോ. ബാങ്ക് ഉദ്യോഗസ്ഥനാണെന്ന് ഞാൻ നോക്കില്ല, കോരെ വാരി ഞാൻ നിലത്തടിക്കും. താൻ ഇവിടെ കിടന്ന് അധികം ഷോർക്കാണ്ട് പോവാൻ നോക്ക്. ആവശ്യമില്ലാത്ത വർത്താനം പറഞ്ഞ് ഇങ്ങോട്ടെങ്ങാനും മെക്കിട്ട് കയറാൻ വന്നാല് ഇവിടെ നിയമം കോടതിയൊക്കെ എന്തിനാ ഉള്ളത് ഞാനും കാണിച്ചു തരാം. ഇയാളിപ്പോ പോകും, ഇവനടക്കാന്ന് പറഞ്ഞില്ലേ, അടയ്ക്കും. ഇയാള് ചെല്ലാൻ നോക്കും, പോ. നോക്കി നിൽക്കാണ്ട് പോടോ. ഇനി തന്നെ പിഴച്ച നാവിന് എന്തെങ്കിലും വീണ താൻ 2 കാലിൽ നിന്ന് ഇവിടുന്ന് പോവൂല. സതീഷിന്റെ വാക്കത്. വേഗം പോവാൻ നോക്ക്. വേണ്ട സതീഷെ, ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട. നാവിന് എല്ലില്ലെന്ന് എഴുതി എന്തും പറയാന്ന് വിചാരിക്കരുത്. 1 വർഷം കഴിഞ്ഞ് ഞാൻ എന്തായാലും പൈസ തരുമെന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ. ഇപ്പൊ സാറ് ചെല്ല്. ചേട്ടാ, അവിടെ എന്താ പ്രശ്നം? കുറെ ആൾക്കൂട്ടമൊക്കെ ഉണ്ടല്ലോ. ഇലക്ഷന്റെ വല്ല അടി കാണും? ഇലക്ഷന്റെ ഒന്നുമല്ല, ഇതാ ബാങ്കിലെ മാനേജറാ. വിഷ്ണു കല്യാണത്തിനും വീട് പണിക്കും കുറച്ച് ലോൺ എടുത്തായിരുന്നു, അത് അടക്കാത്തതിന്റെ ഒച്ചപ്പാട് വേണോ? ഇതിന് കുറച്ച് സമയം എടുക്കും. ഇവിടെ ബാക്കി കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എന്തായാലും പോയിട്ട് അടുത്ത ആഴ്ച. ഇത് തന്നെയല്ലേ എപ്പോഴും വരുമ്പോ പറയാറ്, എന്നാ ഇതൊന്ന് ശരിയാക്കി തരുന്നു. ഞാൻ പ്രായമായതുകൊണ്ട് എനിക്ക് എപ്പോഴും ബാങ്ക് കയറി ഇറങ്ങാൻ പറ്റില്ല. ഇതൊന്ന് ശരിയാക്കി തരാണ്ട് ഞാൻ ഇന്ന് പോകുന്ന പ്രശ്നമില്ല. ഇതെന്ത് കഷ്ടമാ. ഇതിന് വേറെ കുറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. നിങ്ങൾ ഇവിടെ ബഹളം വെക്കേണ്ട പോയേ. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഞാനും എന്റെ മോനും ഇവിടെ കയറി ഇറങ്ങാത്ത ദിവസങ്ങളില്ല. നിങ്ങളെന്താ ആളെ കളിയാക്കണോ? എനിക്കിപ്പോ ഇത് ശരിയാക്കി തരണം. എന്റെ പൊന്നു, ഇത് വലിയ ശല്യമല്ലോ. എന്റെ പൊന്നു ചേട്ടാ, ഒന്ന് പോക്. എന്റെ ശേഖര, ഇതിനൊന്ന് പിടിച്ചു മാറ്റിയേ. എനിക്ക് വേറെ കുറെ പരിപാടികളുള്ളതാ. ചേട്ടാ ഇവിടെ വാ, അതവര് ശരിയാക്കി തരും. ഞാനല്ലേ പറയുന്നേ, ചേട്ടൻ വാ. എന്റെ മോനെ, ഇത് ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ട് നാളെ കുറേയായി. ഇതുവരെ അവരുടെ ഭാഗത്തുനിന്ന് ഒന്നും ഉണ്ടായിട്ടില്ല. ഈ പ്രായത്തിൽ ഞാൻ എന്ത് ചെയ്യാണ്? അതൊക്കെ കിട്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതുകൊണ്ടല്ലേ. അറിയാം ചേട്ടാ, ചേട്ടൻ പേടിക്കണ്ട. ആ പൈസ ഇനി അടുത്ത ദിവസം തന്നെ കിട്ടിയിരിക്കും. ചേട്ടൻ ഇപ്പൊ പോവാൻ നോക്ക്, ചെല്ല്. എന്റെ പൊന്നു സൗമി, ആ ലോണിന്റെ കാര്യം ഒന്ന് വേഗം ശരിയാക്കി കൊടുത്ത്. എന്തിനാ ഈ പ്രായമുള്ളവരെ കിട്ടി ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്? എടാ, മനഃപൂർവ്വം കൊടുക്കാത്തതല്ല. അവരിതിനു മുന്നേ വേറെ കുറെ ലോണുകളൊക്കെ ഇവിടെ ചേർന്നിട്ടുള്ളതാ. അതൊന്നും അടച്ചു തീർത്തിട്ടില്ല. മാനേജറിന്റെ വായിലിരിക്കണേ ഞാനാ. അത് അടച്ചു തീർക്കാൻ പറ. എന്നിട്ട് ഈ പേപ്പറൊക്കെ ശരിയാക്കി കൊടുത്താൽ മതി. കാതറങ്ങളെ, ഇത് എവിടെ പോയിട്ട് വരിക? ഒന്നും പറയണ്ട മോനെ, ആ ബാങ്കിൽ കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട് നാള് കുറേയായി. ഇതുവരെ ഒന്നും അവര് ശരിയാക്കി തരുന്നില്ല. ചേട്ടൻ വിഷമിക്കണ്ട, അവര് ശരിയാക്കി തരും. ഇനി അഥവാ അവര് ശരിയാക്കി തന്നില്ലെങ്കിൽ ഞാൻ കാര്യം കയറി സംസാരിക്കാം. എന്തായാലും ചേട്ടന് പിന്നെ ഒറ്റയ്ക്ക് പോകണ്ട. ഞാൻ വേണമെങ്കിൽ ജംഗ്ഷൻ വരെ ആക്കി തരാം. ബാക്കി ഇറക്കും. ആ കാതർ പോകുന്നുണ്ട്. ഇങ്ങേറ പോലല്ലേ മറ്റേ സൂക്കിയുടെ മൂത്ത് കിടക്കുന്നത്. ഒന്ന് വിരട്ടി വിട്ടാലോ? ഓ ശരിയാ, ഇവിടെ ചിലവരുടെയൊക്കെ മക്കള് കാരണം നാടിന് ചീത്തപ്പേരുണ്ടാകും അല്ലേ?
മോന് ഇത്രയ്ക്ക് വലിയ പ്രശ്നമുണ്ടെങ്കിലേ കൊണ്ടുപോയി ചികിത്സിക്കണം. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒപ്പിച്ചു കൊടുക്ക്. അത് ശരിയാ നീ പറഞ്ഞത്. സാറേ ഏതോ ഒരു പയ്യൻ കാണാൻ വന്നിട്ടുണ്ട്. ആരാണോ ഈ ലഞ്ച് ടൈമിലൊക്കെ കയറി വരുന്നത്? ആരാണേലും പോയി പിന്നെ വരാൻ പറ. ഞാൻ കുറെ പറഞ്ഞു നോക്കി സാർ, അയാള് പോകുന്നില്ല. അയാൾ കണ്ടിട്ടേ പോകുന്ന പറഞ്ഞ് വാശി പിടിച്ച് നിൽക്കുക. ഓ, ഇത് വലിയ ശല്യമായല്ലോ. താനൊരു കാര്യം ചെയ്യും, അവനോട് ഇങ്ങ് വരാൻ പറ. ഡോ, സാറ് തന്നെ അകത്തോട്ട് വിളിക്കണ്ട്. മേ ഐ കമിൻ സാർ? വേണോ. മിസ്റ്റർ വാസുദേവൻ അയ്യർ അല്ലേ? ആ ഫ്രണ്ടിൽ ഇത്രയും വലിയൊരു ബോർഡിൽ എഴുതി വെച്ചേക്കുന്നത് നീ കണ്ടില്ലേ? ഓ, ഞാനത് കണ്ടില്ലടോ മൊട്ടത്തറയാ. താൻ ആരാന്നുള്ള തന വിചാരം? ഒരാൾ ഇത്തിരി സാവകാശം ചോദിച്ചാൽ അത് കൊടുക്കാൻ എന്താ ഇത്ര മടി? നീയൊക്കെ കുറെ തിന്നുന്നുണ്ടല്ലോ ഈ പൈസ വെച്ച്. മിണ്ടരുത് താൻ. ഇനി എങ്ങാനും താ വിഷ്ണുവേട്ടൻ ഏതെങ്കിലും രീതിയിൽ ശല്യം ചെയ്തെന്ന് അറിഞ്ഞ ഈ കത്തി കണ്ടോ, ഇതിന്റെ പള്ളക്ക് കയറി എനിക്ക് അറിയാൻ പാടില്ല. ഇനി വേണ്ടാത്ത രീതിയിൽ എങ്ങാനും താൻ വിഷ്ണുവേട്ടനെ കളിയാക്കി എന്ന് അറിഞ്ഞാൽ പിന്നെ എന്റെ വരവ് ഇങ്ങനെയൊന്നും ആയിരിക്കില്ല. കേട്ടോ മൊട്ടത്തലയാ. ഒരു മനസ്സും ഇതെങ്കിലും ചെയ്തില്ലെങ്കിലേ എനിക്കൊരു മനസമാധാനം. എന്താ പറയാ, ഒരു പടക്കം മുട്ടിയ ശബ്ദം. അത് ശരി, ഇത് അവനും കൂടി അറിഞ്ഞിട്ടുള്ള പരിപാടിയായിരിക്കും. എന്റെ ഫോണിൽ എടുത്ത്. വിഷ്ണു, നീ ഇങ്ങനെ ചെയ്യുന്നു ഞാൻ പ്രതീക്ഷിച്ചില്ല. നിനക്ക് ഒരു വർഷത്തെ സാവകാശം എങ്ങനെയെങ്കിലും തരാന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. ഇനി അതിന്റെ ആവശ്യമില്ല. നാളെ നീ ഇവിടുന്ന് പോകുന്നുണ്ടെങ്കിൽ അവന്റെ പൈസ അടച്ചതിന് ശേഷം മാത്രമായിരിക്കും. ഇതിനൊരു ദയം ദാക്ഷിണ്യം നീ പ്രതീക്ഷിക്കണ്ട. മുതലും പലിശയും ചേർത്ത് 10 ലക്ഷം രൂപ നാളെ രാവിലെ തന്നെ എന്റെ ബാങ്കിൽ എത്തിയില്ലെങ്കിൽ പിന്നെ ബാക്കി എന്താ നടക്കാൻ പോയെന്ന് കണ്ടു തന്നെ അറിഞ്ഞു. അതിനിപ്പോ എന്താ ഉണ്ടായ? ഞാൻ എന്ത് നീ പറയുന്നേ? ആൾക്കാരെ വിട്ട് ഭീഷണിപ്പെടുത്താൻ വരെ പഠിച്ചു അല്ലേ വിഷ്ണു? കൊള്ളാം. ഞാൻ ആരെ വിട്ട് ഭീഷണിപ്പെടുത്താൻ? ഇയാളത് എന്തൊക്കെയാ പറയുന്നേ? ഓ, എന്റെ പൊന്നു വിഷ്ണു, നീ ഒന്നും അറിയാത്ത പോലെ നടിക്കണ്ട. പിന്നെ ആ പയ്യൻ ആരാ നിന്റെ പേരും പറഞ്ഞ് എന്റെ വെക്കിട്ട് കയറാൻ വരെ? ഇനി ഇവനാണോ നിന്റെ പുറകെ നടക്കുന്ന ആ പയ്യൻ? എന്തായാലും അവൻ ഭീഷണിപ്പെടുത്തിയിട്ടൊക്കെയാ പോയിരിക്കുന്നത്. ഹലോ, കട്ടാക്കിയാലോ? നീ എന്തിനാണ് എന്റെ പേരും പറഞ്ഞ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ പോയത്? മനസമാധാനത്തോടെ ഇവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാ. നീ കാരണം എനിക്കിപ്പോ നാട്ടിൽ ഇറങ്ങി നടക്കാൻ കൂടി പറ്റണില്ല. എന്നെങ്ങനൊന്ന് കൊന്നുക. അല്ല പിന്നെ എന്തിനാ ഇങ്ങനെയായിട്ട് ബുദ്ധിമുട്ടിപ്പിക്കുന്നത്? ഇനി എങ്ങാണ് നീ എന്നെ കൺവെട്ടത്ത് വന്ന എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ചെയ്തു തീർക്കാൻ എനിക്കറിയാം. അതിന് പുറത്തുനിന്നുള്ള സഹായം ഒന്നും എനിക്ക് വേണ്ട. ഒരു അഭ്യർത്ഥനയാ, ഇനി നിന്റെ നിഴൽവട്ടം പോലും എന്റെ കൺമുമ്പിൽ കണ്ട റംസാനെ പിന്നെ നമ്മൾ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല കാണാൻ പോകുന്നത്. വിഷ്ണു വേണ്ട, വെറുതെ അടിക്കണ്ട. അവനൊരു ചെറിയ പയ്യനാണ്, വെറുതെ ഒരു വിഷയം ഉണ്ടാക്കണ്ട. നീ വന്നേ. മനസ്സമാധാനം എന്ന് പറഞ്ഞ സാധനം ഇല്ല. അതിന്റെ ഇടയ്ക്ക് ഇവനോട് കൂടി ശല്യം ചെയ്യാൻ വരല്ലേന്ന് പറ. നീ എങ്ങനെ നീ എന്റെ നിഴൽവട്ടത്ത് പോ. എന്താണ് വിഷ്ണുവേട്ടൻ ഇങ്ങനെയൊക്കെ വന്ന് ചൂടാവുന്നേ? അല്ല ഇതിന് മാത്രം എന്തുണ്ടായ? നീ എന്താ കാണിച്ചേ? അവൻ പിന്നെ എന്തിനാ അവൻ അത്രയും പുറം മുമ്പിൽ വെച്ച് അവൻ പൈസ അടക്കൂലെന്നൊന്നും പറഞ്ഞില്ലല്ലോ. പിന്നെ ഞാൻ അവന്റെ പുറകെ നടക്കണ പേരും പറഞ്ഞ് കളിയാക്കുവാളാ. അതും കൂടി കേട്ടപ്പോ എനിക്ക് ആകെ പൊളിഞ്ഞു കയറി. അവൻ ഞാനിന്ന് ബാങ്കിൽ പോയി ആ മാനേജറെ മൂത്തൂക്കി നല്ലത് പറഞ്ഞു. എന്റെ പൊന്ന് റംസാനെ, നീ അല്ലാണ്ട് ആരെങ്കിലും ഇമാതിരി പൊട്ടത്തരം ചെയ്യോ? അങ്ങനത്തെ എന്തെങ്കിലും ആയാൽ എന്ത്, ആയില്ലെങ്കിൽ ഇത് ചെയ്യാൻ പറ്റിയാ ഇത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇത്. നീ എന്തിനാ പോയി വെറുതെ? നീ എങ്ങനെ അങ്ങനെ പുറകെ പോയെന്ന് അറിഞ്ഞ ഞാനായിരിക്കും നിന്നെ തല്ലാൻ പോണത്. അങ്ങേർക്ക് നിന്നെ വേണ്ട. പിന്നെ നീ എന്തിനാണ് ഇങ്ങനെ ഓരോ പറയുന്നില്ല? എപ്പോ? ആ, ഞാൻ നീ പറ്റുന്നു. എന്താ പ്രശ്നം? എടോ, വാപ്പി ഹോസ്പിറ്റലിലാ. ഇപ്പൊ എന്നെ മുസ്താഖ വിളിച്ചു പറഞ്ഞത്. എടാ, എന്താണ് പറ്റിയത്? പെട്ടെന്നെന്താ? എടാ, എന്താ ഈ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? എടോ, ഞാനീ പറയുന്നത് നീ സമാധാനത്തോടെ കേൾക്കണം. വാപ്പി പോയി. ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു.
എന്നാ മോനെ റംസാനെ ഞങ്ങളൊന്ന് ഇറങ്ങട്ടെ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്ക് കേട്ടാ. ആ വല്യപ്പ ഒന്ന് പോയിട്ട് വാ. ഇന്നാണെങ്കിൽ ഇവനോട് വന്ന് വിഷ്ണു കുറെ ചീത്ത ഞാൻ പറഞ്ഞ്. എനിക്ക് അവന്റെ കാര്യം ആലോചിക്കുമ്പോ പേടിയാണ്. വിഷ്ണുവിന്റെ അവനാണെങ്കിൽ നാളെ പോകുന്നതിന് മുമ്പ് 10 ലക്ഷം രൂപ അടക്കണമെന്ന് പറഞ്ഞാൽ അവന്റെ കയ്യിലാണെങ്കിൽ ഇപ്പൊ ഒന്നുമില്ല. ഞങ്ങളുടെ കല്യാണത്തിനും അതിനും ഇതിനൊക്കെ ആയിട്ടും പിന്നെ അമ്മയുടെ ഓപ്പറേഷൻ അങ്ങനെ ഓരോ ഇതൊക്കെ ആയിട്ട് എന്താ പറയാ. ഇനിയിപ്പൊ 10 ലക്ഷം രൂപ അവനെ എങ്ങനെ ഒപ്പിച്ചു കൊടുക്കാന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യന്മാരുണ്ടോ സതീഷേട്ടാ? എല്ലാവർക്കും പ്രശ്നങ്ങളില്ലേ? ഇവനെ പ്രശ്നങ്ങളുടെ മേളവാ. ഒരു സമാധാനവും ഇല്ല. ഇപ്പൊ എല്ലാം പോയില്ലേ. എന്തായാലും നീ വിഷ്ണുവേട്ടനെ സമാധാനിപ്പിക്കേ. എവിടെന്നെങ്കിലും എന്തെങ്കിലും വഴി കാണാണ്ടിരിക്കില്ല. മോനെ ഫൈസലേ, നിന്നെ റംസാൻ വിളിക്കുന്നുണ്ട്, എന്താന്ന് പോയി ചോദിക്കേ. ആ സതീഷേട്ടാ ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാവേ. എന്താണ് വിളിച്ച? എന്തു പറ്റി? എന്താ കാര്യം? എടാ ഇതെന്താ? അല്ല ഇതെന്തിനാ എനിക്ക് തരുന്നത്? ഈ പൈസ നീ സതീഷേട്ടന്റെ കയ്യിൽ ഏൽപ്പിക്കണം. ഇത് ഞാൻ തന്നോന്ന് പറയണ്ട, സതീഷിന്റെ പൈസ എന്ന് പറഞ്ഞ് വിഷ്ണുവോട് കൊടുക്കാൻ പറയണം. എടാ അതിന് നീ എന്തിനാ? ഇത് നിന്റെ കയ്യിൽ ഇരിക്കട്ടെ വെറുതെ. എനിക്കിതുകൊണ്ട് ഒന്നും നേടാനില്ലടാ. ഞാൻ കാരണം അവർക്ക് സമാധാനം ഇല്ല. സത്യം പറഞ്ഞു, ഞാൻ കാരണം ഇപ്പൊ എന്റെ വാപ്പ പോയി. നീ ഇനിയിപ്പൊ എന്നോട് ഒന്നും ചോദിക്കാനോ പറയാനോ വരണ്ട. ഞാൻ പറഞ്ഞതുപോലെ ഈ പൈസ കൊണ്ട് സതീഷിനെ ഏൽപ്പിക്കുക, എന്നിട്ട് ഇത് വിഷ്ണുവിന് കൊടുക്കാൻ പറ. നാളെ പോവല്ലേ, എന്തായാലും ഇത് അടയ്ക്കട്ടെ. ശരി, ഇതുകൊണ്ട് കൊടുക്ക. ഇത് ഞാൻ ഇറങ്ങട്ടാ, വീട്ടിൽ പോണം. അവളും കൊച്ചു വിട്ടേക്കാം. ശരിയാന്നാ സതീഷേട്ടാ ഒരു മിനിറ്റ്. ഇതെന്തിനാടാ? അല്ല ഇതെന്തിനാ എനിക്ക് തന്നെ? ഇത് സതീഷേട്ടൻ വിഷ്ണുവിന്റെ കയ്യിൽ ഏൽപ്പിക്കണം. റംസാൻ തന്നതാ. അവന്റെ എന്ന് പറഞ്ഞ വിഷ്ണുവേട്ടൻ ചിലപ്പോ മേടിക്കില്ല. ഇത് സതീഷേട്ടൻ വേറെ ഏതെങ്കിലും രീതി കിട്ടിയതാന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. വേറെ ഒന്നും കണ്ട് ചോദിക്കാൻ നിൽക്കണ്ട. ഇതൊക്കെ കൊടുത്തേക്ക്. നാളെ ലോണടയ്ക്കാനുള്ളതല്ലേ, അതടച്ചാലേ അയാള് പോകാൻ വിടും. ഇത് കൊണ്ട് കൊടുക്ക്. എടാ എന്നാലും ഇത് ഞാൻ എങ്ങനെയാ? അവൻ ഈ പണം കൊണ്ടൊന്നും നേടാനില്ലെന്നൊക്കെ പറയുന്നത്. ഞാൻ പറഞ്ഞതാ, ഈ പൈസ വെച്ച് ഈ വീടിന്റെ കടമൊക്കെ തീർത്തൂടെ. അവൻ പറയാ ഈ അറിഞ്ഞാത്ത വീട്ടില് അവനിൽ നിന്നിട്ട് എന്തിനാന്നൊക്കെ. എന്തായാലും അവന് തന്നല്ലേ, ഇതുകൊണ്ടായി വിഷ്ണുട്ടനെ ഏൽപ്പിക്കുക. പക്ഷെ അവൻ തന്നാന്ന് പറയണ്ട. എന്നാ ശരി, സതീഷേട്ടൻ എന്നാ ശരി. സതീഷ് പറടാ. എടാ നീയിപ്പോ എവിടെയാ? ഒന്ന് കാണാൻ പറ്റുമോ ഇപ്പൊ? ഞാനിപ്പോ വീട്ടിലാണോ? ഞാൻ ഇപ്പൊ വരാം. എന്നാടാ പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞേ, എന്താ കാര്യം? സതീഷ് ഇത് നിനക്ക് എങ്ങനെയാ? ഇത് 10 ലക്ഷം തികച്ചുണ്ടോ? എന്തായാലും നാളെ നീ പോകുന്നതിന് മുമ്പ് ഇത് അടച്ചിട്ട് പൊക്കോ. ആ പ്രശ്നം അവിടെ തീരും. അല്ല സതീഷ്, എനിക്ക് പൈസ അവിടെ കിട്ടി. നീ ഇപ്പൊ എന്നോട് ഒന്നും ചോദിക്കാൻ നിൽക്കണ്ട, അതൊക്കെ ഞാൻ സെറ്റാക്കി. ഇത് നീ ഒരു സഹായമായിട്ട് കരുതരുത്, ഒരു കൂട്ടുകാരന്റെ കടമയായിട്ട് കരുതിയത്. എന്തായാലും നീ പോയി കിടന്നുറങ്ങും. നാളെ എന്തായാലും നമുക്ക് ഇത് പോകുന്ന വഴിക്ക് അടയ്ക്കാം. ഞാനെന്നാ ചെല്ലട്ടെ, അവളും കൊച്ചും വീട്ടിലൊറ്റയ്ക്കാം. ശരിയെന്നാ എടുത്തി. ശരി ശരി, അമ്മാവ അമ്മായി എന്നാ ഇറങ്ങുവോ? എന്തിനടി പോകുക? ഞാൻ അടുത്ത വർഷം തന്നെ വരൂലേ. പിന്നെ നിന്റെ കുട്ടിക്കളിയൊക്കെ മാറ്റി വെച്ചോ. നിന്റെ ഉള്ളില് വേറൊരാള് വളർന്നുകൊണ്ടിരിക്കണ ഓർമ്മ വേണം. കുട്ടിക്കുട്ടികളൊക്കെ എന്ത് ഇവിടെ എന്തായിരുന്ന എല്ലാരും മര്യാദക്ക് പഠിച്ചോളം. പഠിക്കാത്ത പിള്ളേർക്ക് അടുത്ത തവണ വരുമ്പോ എന്റെ വക മിഠായി ഉണ്ടാവില്ല, ഓർമ്മ വേണം. ശരി എന്നാ. അമ്മ എവിടെ? അമ്മ ഇറങ്ങോ? തുടങ്ങി സെന്റിമെന്റ്സ് കരച്ചിലൊക്കെ. അടുത്ത വർഷം ഇങ്ങോട്ട് വരൂലേ. നിങ്ങളൊക്കെ കരയുന്ന കണ്ടാ തോന്നും ഞാൻ ഇനി ഒരിക്കലും ഇവിടെ വരില്ലെന്ന്. ഞാൻ പോവാ. ശരിയെന്നാ, ഇറങ്ങണേ. നീ എന്നാ പോയി അടച്ചിട്ടോ. ഞാൻ വണ്ടി ഒന്ന് പാർക്ക് ചെയ്തിട്ട് വരാം. ഫുൾ എമൗണ്ട് ഉണ്ടല്ലോ, അപ്പൊ ഞാൻ പോട്ടെ. ഒരു മിനിറ്റ്, ഈ റെസീപ്റ്റ് അവിടെ ഒന്ന് കാണിച്ചേക്കണേ. അല്ല
മാനേജർ വന്നിട്ടില്ലേ? സാറ് വന്നിട്ടില്ല, 10:30 ആവുന്നല്ലേ ഉള്ളൂ. എന്തായാലും അടച്ചോ? അല്ല അങ്ങനെ അതിന്റെ ഉള്ളിലുണ്ടോ? വളർന്ന് അയാള് വരാൻ ടൈമൊന്നും ആയിട്ടില്ല. അയാൾ നേരത്തേക്ക് മൂത്ത് നോക്കിന്നാല് വർത്താനം പറയാൻ തന്നെ ഞാൻ വന്നത്. എന്ത് ചെയ്യ, എന്തേലും ഇട്ടെ, വാ നമുക്ക് ഇറങ്ങാം. ആണോ? അത്യാവശ്യമാണോ? ശേ, ഞാനിപ്പോ ഇവിടെ എയർപോർട്ടിൽ കൊണ്ടുപോകാൻ പോയിരുന്നല്ലോ. നീ വേറെ ആരോ വിളിച്ചില്ലേ? ഞാൻ ഇപ്പൊ ഒരു മിനിറ്റ്. എന്താ കാര്യം? അതാ സാഗർ വിളിച്ചതാ, വീട് പണിയുന്ന സ്ഥലത്തേക്ക് ചെല്ലാൻ അത്യാവശ്യമാണെന്ന്. ഞാനെന്നാ പോയിട്ട് വരട്ടെ. പക്ഷെ നിന്നെ ഞാനിപ്പോ 6:08 പോവാൻ വേണം. ഫൈസല്, നീ ഫ്രീ ആണോ? അതല്ല, ഇങ്ങനെ ഈവനൊന്ന് എയർപോർട്ട് വരെയൊക്കെ എനിക്ക് അത്യാവശ്യം ഒരു സ്ഥലം വരെ പോകണം. എന്നാ ശരിടാ, ഞാൻ അങ്ങോട്ട് എത്തിയേക്കാം. എയർപോർട്ടിൽ എത്തുമ്പോ വിളിച്ചാൽ മതി. എന്തായി ബാങ്കിലെ കാര്യം? എല്ലാം ശരിയായോ? അതെന്തായാലും അടച്ചു, നല്ല സമാധാനം. പക്ഷേ ആ മാനേജർ തെണ്ടിയുടെ മൂത്ത് നോക്കി നാല് വർത്തമാനം പറയാത്തതിലൊരു വിഷമമുണ്ട്. സാരില്ല, അടുത്ത വരവിന് ഏറെ എന്റെ കൈ കിട്ടും, അപ്പ പറയാം. എന്നാലും ഞാൻ ആലോചിക്കുന്നത് സന്തോഷിനെ വന്ന എത്ര കാശ് കിട്ടിയെന്ന്. അവൻ ഒന്നാമത് അവന്റെ വീട് പണിയുടെ കാര്യം കൊണ്ട് തിരക്കാം. എന്തായാലും അവനില്ലായിരുന്നെങ്കിൽ എനിക്കിന്ന് പൈസ കൊടുക്കാനോ പോകാനോ പറ്റില്ലായിരുന്നു. സന്തോഷിന് പൈസ എങ്ങനെ കിട്ടിയെന്ന് വിഷ്ണുവേട്ടൻ ചോദിച്ചോ? ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? ആ പൈസ റംസാന്റെ, അത് സന്തോഷിനെ ഏൽപ്പിച്ചത് ഞാനാ. ഇപ്പൊ അത് വിഷ്ണുവേട്ടൻ കൊണ്ട് ബാങ്ക് അടച്ചു. അത് അവന്റെ പൈസ എന്ന് പറഞ്ഞാൽ വിഷ്ണുവേട്ടൻ മേടിക്കൂലെന്ന് അവന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാ ഇങ്ങനൊരു പ്ലാൻ. എന്തായാലും സന്തോഷമായില്ലേ? അത് മതി. അവന്റെ വാപ്പി മരിച്ചായിരുന്നു, അറിഞ്ഞോ? പിന്നെ അവന്റെ വീടും ചെത്തി ചെയ്തു. എല്ലാം കൊണ്ട് അവനിപ്പോ തകർന്നിരിക്കുക. പിന്നെ ഞാനൊരു കാര്യം പറയാം വിഷ്ണുവേട്ടാ, അവന്റെ സ്നേഹം സത്യമാ നിങ്ങളോടുള്ളത്. അവൻ ആത്മാർത്ഥമായിട്ടാണ് നിങ്ങളെ സ്നേഹിച്ചത്. പക്ഷെ നിങ്ങൾക്ക് അവന്റെ ആത്മാർത്ഥ സ്നേഹം ഒരു ഭ്രാന്തായിട്ടായിരിക്കും അനുഭവപ്പെട്ടത്, അല്ലേ? നിങ്ങളെ തെറ്റു പറയാൻ പറ്റില്ല. ഇങ്ങനെയുള്ളവരൊക്കെ നാട്ടിലുള്ളവർക്ക് അങ്ങനെയല്ലേ തോന്നും, ഭ്രാന്ത്. ഇത് ഒരു അസുഖമായിട്ടല്ലേ എല്ലാവരും കരുതുന്നത്. പക്ഷേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ ഈ ലോകത്ത് ഒരാണിന് ഒരു പെണ്ണിനെയും പെണ്ണിന് ഒരാണിനെ മാത്രം സ്നേഹിക്കാൻ പാടുള്ളൂ എന്ന് എവിടെയും എഴുതി വെച്ചിട്ടുണ്ടോ? പ്രണയമാണ് വിഷ്ണുട്ടാ. അത് നമുക്ക് എന്തിനോടും, അത് ചിലപ്പോൾ ഒരു ആണിനോടോ അല്ലെങ്കിൽ ഒരു പെണ്ണിനോടോ അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുവിനോടോ നമുക്ക് തോന്നാം. പ്രണയം അങ്ങനെ ചിലത് നമുക്ക് അത്ര പെട്ടെന്ന് മനസ്സിലാവില്ല, പ്രത്യേകിച്ച് ആത്മാർത്ഥ പ്രണയേ. അങ്ങനെ അവനെ ഞാൻ കുട്ടിക്കാലം മുതൽ കാണാൻ തുടങ്ങുക. അവൻ ഇന്നേ വരെ ഒരു കാര്യത്തിന് വേണ്ടി വാശി പിടിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇന്നിപ്പോ അവൻ വാശി പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് വിഷ്ണുവേട്ടന് വേണം എന്നുള്ള കാര്യത്തിൽ മാത്രം. പക്ഷെ എന്തോ അതവന് കിട്ടിയില്ല. അവനിപ്പോ നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. അവന്റെ ഉമ്മ പോയി, വാപ്പ പോയി, ഉണ്ടായിരുന്ന വീടും പോയി, ഇപ്പൊ നിങ്ങൾ. എല്ലാം കൊണ്ട് അവന് ദുഃഖം മാത്രമാണ് ഇപ്പൊ. ആ ദുഃഖം കൊണ്ട് കഴിഞ്ഞ ദിവസം വണ്ടി എടുത്ത് പോയതാ. സാധാരണ എളുപ്പമല്ല എന്നെ വിളിക്കുന്നതാ. എല്ലാം അടുത്ത് കാണും പാവം. ആ ഒരു വണ്ടി എടുത്ത് പോയതാ. വണ്ടി അടിച്ചിപ്പോ ഹോസ്പിറ്റലിൽ കിടക്കുക. ഞാൻ അവിടെ പോയി കണ്ടിട്ടുള്ള വരുന്ന വഴിയാ. തിരികെ കിട്ടുമില്ലെന്ന് പോലും അറിഞ്ഞൂടാ. തിരിച്ച് കിട്ടിയ നിഴല് പോലെ ഞാൻ കൂടെ കിടക്കും. വേറെ ആരും ഇല്ലെങ്കിൽ അവൻ്റെ കൂടെ ഞാനുണ്ടാവും. തിരിച്ച് കിട്ടിയില്ലെങ്കിൽ അവനവൻ്റെ ഉമ്മയുടെ വാപ്പാടോട് സന്തോഷത്തോടെ ഇരുന്നോട്ടെ. അതെങ്കിലും നടക്കട്ടെ. ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നില്ലേ? അതൊഴിഞ്ഞു പോയ കൂട്ടത്തില് ഈ ഒരു പ്രശ്നവും അങ്ങ് ഒഴിഞ്ഞു പോയെന്ന് വിചാരിച്ചാൽ മതി. കേശപാതിയിൽ കിതാബടച്ചിരുപാത പോലെ മടങ്ങിലും കരയല്ല നാം അതാശര
ശ്വാസപാതിയിൽ ഇശൽ മുറിഞ്ഞുടൽ വേറിടും സ്വരഗതി പോൽ പിടയുന്നവർ പുഴുക്കൾ നാമെങ്കിലും കിസയതു തുടരും നീള പോലെ അഴിമുഖമണയും വെൺതിരമലർമാലകൾ അണിയിക്കുമോ മുകിലത്തർ ചൊരിയുമോ നീ വണ്ടി വേഗം ഹോസ്പിറ്റലിലോട്ട് വിട്. അപ്പൊ പോകണ്ടേ? പോവാനുള്ള ടൈമായി വരുക. നിന്നോട് വേഗം വണ്ടി തിരിക്കാനാ ഞാൻ പറഞ്ഞത്. എനിക്ക് അവനിപ്പോ കാണണം. ഹലോ ഹലോ, എങ്ങോട്ടാ ഇടിച്ചു കയറി പോകുന്നേ? ഇത് ICU ആ. ഇവിടെ ഒരു നേരവും കാലൊക്കെ ഉണ്ടാകത്ത് പറഞ്ഞേ. ജസ്റ്റ് ഒന്ന് കാണാനാ. ഞാനിപ്പോ തന്നെ ഇറങ്ങിക്കോളാം. പ്ലീസ് ഒരു 5 minutes. ഇയൊക്കെ കാണണം അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ആ ടൈം ആവുന്നവരെ വെയിറ്റ് ചെയ്യണം. ശേ, എനിക്ക് പോയിട്ട് കുറച്ച് ധൃതിയുണ്ട്. അതുകൊണ്ടല്ലേ. പ്ലീസ് ഒരു 5 minutes. അത്രയ്ക്ക് തിരക്കുള്ള ആളാണെങ്കിൽ പോയിട്ട് പിന്നെ വാ. ഇപ്പൊ എന്തായാലും കയറ്റാൻ പറ്റില്ല. എടാ, നീ ഇതുവരെ ഇവിടെ എത്തിയില്ലേ? ഞാൻ ദേ എയർപോർട്ടിലുണ്ട്. നീ വേഗം വാ, നിന്റെ ഫ്ലൈറ്റ് എത്താറായി. ആടോ, ഞാൻ ദേ വരുന്നു. ഇപ്പൊ തന്നെ എത്താം. അപ്പൊ ശരി, പോയിട്ട് ഇന്നത്തെ വരവിന് കാണാം. ആ വന്നാ. നിന്റെ ഭാഗ്യത്തിന് ഫ്ലൈറ്റ് 1 മണിക്കൂർ ഡിലേ ആയിരുന്നു. അപ്പൊ കുറച്ചു മുമ്പ് അനൗൺസ് ചെയ്തത് 15 മിനിറ്റിനുള്ളിൽ എത്തുക. നീ എന്നാ എന്റെ ഉള്ളോട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യും. ഹാപ്പി അല്ലേ? എന്തിനുണ്ടെങ്കിൽ വിളിക്കണം കേട്ടോ. എന്നാ ശരിടാ, പോട്ടോ. അമ്മായി, വിഷ്ണുവേട്ടൻ വന്നു. ആ വിഷ്ണു, എങ്ങനെ ഉണ്ടായിരുന്നു യാത്രയൊക്കെ? ഓ, കുഴപ്പമുണ്ടായിരുന്നില്ല അമ്മ. നിങ്ങൾ അവിടെ പുറത്ത് നിർത്തി സംസാരിക്കുകയാണോ? അവനൊരു യാത്ര കഴിഞ്ഞ് വന്നേലേ, അതോട്ട് വിളിച്ചിട്ട് വാ. സുഭദ്രാമേ, ഓർമ്മയുണ്ടോ ഈ മുഖം? പോളെ തെമ്മാടി, നീ ഇതെപ്പോ എത്തി? നീ ആകെ ക്ഷീണിച്ചു പോലെ മോനെ. ഒന്നും കഴിക്കാറൊന്നുമില്ലേ നീ? നമുക്കറിയാം അവിടുത്തെ ഫുഡൊക്കെ എങ്ങനെയാന്ന്. എനിക്കാണെങ്കിൽ നമ്മുടെ ചോറ് കഴിക്കാൻ കൊതിയായിട്ട് പാടില്ല. അതല്ലേ ഞാനിങ്ങ് വേഗം പോന്നെ. ഈ പ്രാവശ്യം ഞാൻ ലോങ് ലീവാ ചോദിച്ചേക്കണം. നമ്മുടെ കൂടെ ഉണ്ടാവില്ല ഞാൻ. അല്ല, ഈ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ഓക്കെ ആയോ? അതോ വീണ്ടും പഴയ പോലെ തുള്ളിച്ചാടി നടക്കുവാണോ? റെസ്റ്റ് എടുത്തോളാം കേട്ടല്ലോ. റെസ്റ്റ് ഒക്കെ എടുക്കുന്നുണ്ട്. നീ പോയി ആദ്യം കുളിക്കാൻ നോക്ക്. നല്ല ക്ഷീണം കാണും. ഒരുപാട് യാത്ര ചെയ്തതല്ലേ. അന്ന് എന്തെങ്കിലും കഴിക്കാൻ എടുത്തു വെക്കാം. അതുകൊള്ളാം. കുട്ടിപ്പട്ടാളൊക്കെ ബാഗും തുറന്ന് സാധനം എടുത്തോണ്ട് പോയല്ലേ. എങ്ങനെ ഇരിക്കുന്നു? അല്ല വിഷ്ണു, കുട്ടികൾക്ക് മാത്രമല്ലോ. ഇവിടെ അമ്മാവന് വേണ്ടി സ്പെഷ്യലായിട്ടൊന്നും കൊണ്ടുവന്നില്ലേ നീ? അമ്മാവനുള്ള സാധനമൊക്കെ വേറൊരു ബാഗിൽ ഭദ്രമായിട്ടിരിപ്പുണ്ട്. സോ ഡോണ്ട് വറി. മനുഷ്യ, ഡോക്ടർ കഴിഞ്ഞ ആഴ്ച എന്താ പറഞ്ഞേ? ഇനി കഴിച്ചാൽ നിങ്ങളെ ഞാൻ കൊല്ലും. ഇനി വയ്യ എനിക്ക് എടുത്തോണ്ട് പോവാനായിട്ട് ആസ്പത്രിയിലോട്ട്. എടി, ഞാനതിന് വല്ല കാലത്തും അല്ലേ കഴിക്കുന്നേ. ഇപ്പൊ തന്നെ ഞാൻ കഴിച്ചിട്ട് എന്തോരം നാളായി. ഇത് ലാസ്റ്റ് ഇനി ഇല്ല, ഉറപ്പ്. എന്റെ പൊന്നു വിഷ്ണു, നീ വേറെ എന്തും കൊണ്ട് കൊടുത്തോ. പക്ഷെ ഇത് മാത്രം ഇനി നീ കൊണ്ടൊന്ന് കൊടുക്കല്ലേ. ഒരു അഭ്യർത്ഥനയാണ്. ആ അമ്മാവ, എങ്കിൽ ഇത് ലാസ്റ്റ് ആട്ടോ. ഇനി എന്റെ അടുത്ത് നിന്ന് ഇത് പ്രതീക്ഷിക്കേ വേണ്ട. ആ പിന്നെ അമ്മാവ, അമ്മാവന്റെ കാറിന്റെ ചാവി ഒന്നും എനിക്കായിരുന്നേ. എനിക്കൊരിടം വരെ പോകാനുണ്ട്. നീ ഇതെങ്ങോടാ വിഷ്ണു? വന്ന് കേറിയല്ലേ ഉള്ളൂ, അപ്പൊ തന്നെ നാട് കണ്ടാൻ ഇറങ്ങുവാണോ? ഞാൻ പോയിട്ട് വേഗം വരാം അമ്മായി. ഒരു അത്യാവശ്യ കാര്യമുള്ളതുണ്ട്. അമ്മയോട് പറഞ്ഞേക്കണേ. സത്യം പറഞ്ഞ ഞാനിപ്പോ പോകുന്നത് അവനെ കാണാൻ. ഈ വരവ് അവന് വേണ്ടി. അവന്റെ സ്നേഹം മനസ്സിലാക്കാൻ ഞാൻ ഒരുപാടധികം വൈകിപ്പോയി. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു, മറ്റൊന്നിനും വേണ്ടി അവനെ വിട്ടുകൊടുക്കാനോ കരയിക്കാനോ ഞാൻ തയ്യാറായി.
എടാ എന്റെ പെൻഷന്റെ കാര്യം ഒന്ന് വേഗം ശരിയാക്കി തരണം കേട്ടോ. അതൊക്കെ ഞാൻ ശരിയാക്കി തരാം ചേട്ടാ. പൈസ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ശരിയെന്നാ. വിഷ്ണു അല്ലേ പോണ? വിഷ്ണു ഇവരുടെ മൈൻഡും ഇല്ലല്ലോ. ഇവര് എത്തിയെന്നാവോ? ഇവിടുന്ന് കാണാനില്ലല്ലോ. ഇനിയിപ്പൊ ആരോടൊന്ന് ചോദിക്കാം. ഫൈസല് ആഹാ അല്ലിതാരും വിഷ്ണു ഏട്ടനോ? നിങ്ങളിതെപ്പ എത്തി? ഞാൻ ഇന്ന് കുറച്ചു മുമ്പ് എത്തിയുള്ളൂ. അല്ലാതെ റംസാൻ എവിടെ? ഞാൻ അവനെ കുറെ സ്ഥലത്ത് അന്വേഷിച്ചു. ഞാൻ കരുതി നിന്റെ കൂടെ ഉണ്ടാവുന്ന. അല്ല അവനെവിടെയാ? പഴയ വീട്ടിൽ പോയിട്ട് കാര്യമില്ല. അത് ജപ്തി ചെയ്ത് പോയ വീടല്ലേ. ഇപ്പൊ അവൻ താമസിക്കുന്ന കോളേജ് ഹോസ്റ്റലില്ല. അവിടെ പോയി നോക്കിയായിരുന്നു. എടാ അവിടെയൊക്കെ ഞാൻ പോയി അന്വേഷിച്ചു. അപ്പൊ അവര് പറഞ്ഞ ചിലപ്പോ പൈസന്റെ കൂടെ കാണുന്നു. എടാ എന്നാലും അവനിപ്പോ എവിടെയായിരിക്കും? അല്ല ഇപ്പൊ സമയം എത്രയായി? സമയം 6:30. 6:30. ഇപ്പൊ കിട്ടി. അവൻ എവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. Come on, follow me. വാപ്പാ, ഇന്ന് നിങ്ങളിപ്പോ ഭയങ്കര സന്തോഷത്തില. എന്താ കാര്യം എന്നറിയോ? ഇന്ന് എനിക്ക് എക്സ്ട്രാ കാശ് കിട്ടി. എങ്ങനെയെന്നല്ലേ? പൊതുവെ എനിക്ക് ഈ പാർട്ട് ടൈം ജോബ് ഒന്നും ഇഷ്ടമല്ല. കടയിലെ മുതലാളി പറഞ്ഞു ഈ എക്സ്ട്രാ നന്നായിട്ട് പണിയെടുക്കുന്നവർക്ക് ഞാൻ പൈസ കൂടുതലാ കൊടുക്കാറെന്ന്. അങ്ങനെ ഞാൻ നിന്ന് നോക്കിയതാ. അങ്ങനെ എനിക്കും കിട്ടി. തിന്നും കുടിച്ചൊക്കെ പോകണ്ടേ. അങ്ങനെ പിന്നെ അടുത്ത ആഴ്ച സെമ്മൊക്കെ തുടങ്ങുക. ബോറ് പരിപാടിയുമ്പോ പിന്നെ കൂട്ടുകാരൊക്കെ ഉള്ളതുകൊണ്ട് അടിച്ചു പൊളിച്ചു പോന്നു. പിന്നീടല്ലോ ഞാൻ അവന് സ്വപ്നം കണ്ടു. എന്താണെന്നറിഞ്ഞൂടാ, ഇന്നലെ മൊത്തം ഓനെ തന്നെ കണ്ടോണ്ടാണ്. ഓനവിടെ ഹാപ്പി ആയിരിക്കും അല്ലേ? ആയിരിക്കണമല്ലോ. ഹാപ്പി ആയിരിക്കട്ടെ എവിടെയാണെങ്കിലും. പക്ഷെ എനിക്ക് ഓൻ എന്നെ ആട്ടി വിട്ടിട്ടും എനിക്ക് എപ്പോഴും ഇഷ്ടമാവും അവനെ. അവൻ തിരിച്ചു വരാൻ വേണ്ടി നോക്കിയിരിക്കുക. ഇനി എന്ന് വരുമോ എന്തോ. നീ വന്നാലേ അവൻ വലിയ മൈൻഡൊന്നും ചെയ്യില്ല. കാരണം അവനെന്നെ ഇഷ്ടമല്ലല്ലോ. ആര് പറഞ്ഞു ഇഷ്ടമല്ലെന്ന്? പണസോണി വാപ്പാന്റെ ആ ശരീരിയാ? വാപ്പാന്റെ അല്ലടാ. ഇങ്ങോട്ട് തിരിഞ്ഞു നോക്ക്. അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് കരുതി ശരിയാ. നിന്റെ സ്നേഹം മനസ്സിലൊക്കെ ഞാൻ വൈകിപ്പോയി. അതിന് പ്രായച്ചിത്തം ചെയ്യാൻ വേണ്ടി തന്നെയാ ഈ വരവ്. റംസാനെ, ഞാൻ ഈ ലോകത്തോട് ഉറക്കെ ഇപ്പൊ വിളിച്ചു പറയാൻ പോവാ. പറയട്ടെ, I love you, റംസാനെ. ആ സമയത്ത് ഒരു ശില പോലെ നിന്നല്ലാണ്ട് ഇത് സ്വപ്നമാണ് അത് യാഥാർത്ഥ്യമാണെന്നോടെ ചിന്തിച്ചു. നീ എന്താ ഇനി പുന്നല്ലേ ഉണ്ടോ നോക്കിക്കണ? ഐ ലവ് യു എന്ന് പറഞ്ഞ ലവ് യു എന്ന് പറയാൻ നിനക്ക് അറിയില്ല. ഓ ജാട. ഞാനിപ്പോ ഇഷ്ടമെന്ന് പറഞ്ഞപ്പോ അവന് ജാടയായി. കൊള്ളാം. ഓ ജാടെന്നാണ് വിചാരിച്ചത്. എനിക്ക് അങ്ങനെ തന്നെ ഇരിക്കടെ. ആ ജാട തന്നെ. അല്ലെങ്കിൽ ഞാനെന്തിനു സ്നേഹിക്കണം? ആയ കാലത്തൊക്കെ ഞാൻ കുറെ പുറകെ നടന്നതാ. ഇനി എന്നെ കിട്ടില്ല. ആളെ വിട്ടര്. അത് കൊള്ളാം. നിനക്ക് ചില്ലറ ജാടയൊന്നുമില്ലല്ലോ. ഐ വിൽ ഷോ യു. നീ എന്തിനാ എന്നെ കിസ് ചെയ്ത്? അങ്ങനെയുള്ള ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് ഞാൻ നിന്നെ കിസ് ചെയ്തു. ഇനിയും കിസ് ചെയ്യും. എന്ത് വേണം? വേണ്ട വേണ്ട. അപ്പൊ നീ എന്നോട് ഇഷ്ടമൊന്നും പറയില്ല അല്ലേ? ഇല്ല. ആയ കാലത്ത് എന്നെ ഒരുപാട് കരയിച്ചിട്ടുള്ളതല്ലേ. സോ ഇനി കരയാൻ എനിക്ക് വയ്യ. ഇനി അഥവാ ഞാൻ ഇഷ്ടമൊക്കെ പറഞ്ഞെങ്കിൽ എന്നോട് ക്ഷമ ചോദിച്ചിട്ട് എന്റെ ബാപ്പാടെ ഉമ്മയുടെ സമ്മതം ചോദിച്ച് അവരെ സമ്മതിച്ചാൽ മാത്രം തന്നെ ഞാൻ ഇഷ്ടപ്പെടാം. ഓക്കെ, നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു. ഇനി വാപ്പാനും ഉമ്മാനോട് സമ്മതം ചോദിച്ചാ അതിപ്പോ എങ്ങനാ? അയ്യേ, ഇതെന്തെന്ന് ക്ഷമ ചോദിക്കല. ഇതിനൊക്കൊരു ഇതുണ്ട്. ആ രീതിയിലൊന്ന് ചോദിക്കാം. ബാപ്പ ഉമ്മയോടൊക്കെ തന്നെ ഉണ്ട്. റംസാനെ, എനിക്കറിയാം ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചിരുന്നു. പക്ഷെ ഇത് മനസ്സിൽ തട്ടി പറയാ. ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ഐ എം സോറി. ഐ എം റിയലി റിയലി സോറി. ഇനി നിന്റെ വാപ്പാടും ഉമ്മാടെയും അനുവാദം ചോദിക്കണം അല്ലേ? ഇതല്ലേ അവരുടെ കല്ലവാ. വാപ്പ ഉമ്മ, എനിക്ക് നിങ്ങൾ രണ്ടുപേരും എന്റെ അച്ഛനും അമ്മയെ പോലെ തന്നെയാ. ഇവനെ ഞാൻ ഒരുപാട് കരയിപ്പിച്ചിട്ടുണ്ട്, അറിഞ്ഞോ അറിയാതെ.
അതിനൊക്കെ ഞാൻ ക്ഷമ ചോദിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ, ഇനി ഞാൻ ഒരിക്കലും കരയിക്കില്ല. ഞാൻ കാരണം ഇനി ഇവന്റെ കണ്ണിൽ നിന്ന് ഒരിട്ട് കണ്ണുനീര് പോലും വരില്ല. അതുറപ്പാ. ഇവനെ ഞാൻ സ്നേഹിച്ചു കൊല്ലും, ഒരുപാട് സന്തോഷിപ്പിക്കും. ഇനി അഥവാ ഞാൻ ഈ റൂൾസ് ഒക്കെ തെറ്റിച്ച അതിൻ്റെതായ ശിക്ഷാ നടപടികൾ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ തോന്നും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ എനിക്ക് ഇവനെ വിട്ടുതരാണ്. പൊന്നുപോലെ നോക്കിക്കോ. എത്ര പെട്ടെന്ന് സമ്മതിക്കുന്നു ഞാൻ കരുതിയില്ല. അത് പിന്നെ എന്റെ ഉമ്മയും വാപ്പയില്ലേ? ഓ, എന്നാലും അവരുടെ സമ്മതം ചോദിക്കാൻ ഞാനിപ്പോ ഒരു കാര്യം ചെയ്യാൻ പോകും. അതെന്താ? അതെ, ഈ വഴിപോക്കിന് കൂടെ പോകുന്നതിന് വല്ല പ്രശ്നമുണ്ടോ? നീ പോയി ചാവള. ആ, അത് കൊള്ളാം. ഓ, ഞാൻ പോയേക്കാവേ, നിങ്ങളുടെ പരിപാടി നടക്കട്ടെ. ഇപ്പൊ സന്തോഷമില്ലേ? അന്ന് ഞാൻ റിജക്ട് ചെയ്ത് വിട്ടതിന് ഒരുപാട് ദുഃഖിച്ചെന്ന് അറിയാം. ഇനി വാ, എന്റെ വീട്ടിൽ പോയി നമുക്ക് എല്ലാരോടും തുറന്നു പറയാം. അത് വേണ്ട, അതിപ്പോ ശരിയാവില്ല. എന്തിനാ വെറുതെ? നിന്റെ അമ്മാവനൊന്നും ഇഷ്ടാവില്ല. പിന്നെ വേണ്ട, നീ ഇപ്പൊ വന്ന് കേറിയല്ലേ ഉള്ളൂ, വെറുതെ എന്തിനാ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യണേ? പിന്നെ അത് പറയണ്ടേ? എന്തായാലും ഇത് ഇന്നല്ലെങ്കിൽ നാളെ അറിയേണ്ട കാര്യമാണ്. അപ്പൊ പിന്നെ നേരത്തെ പറഞ്ഞെന്ന് വെച്ച് എന്താ പറ്റാൻ പോകുന്നത്? നീ വാ, നമുക്ക് പോവാം. അല്ല വിഷ്ണു, പറയണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഇപ്പൊ എന്തായാലും വേണ്ട. എന്തായാലും ഇതിങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോട്ടെ. നമുക്ക് സമയം സന്ദർഭമൊക്കെ ഉണ്ടെങ്കിൽ അറിയിച്ച പോരെ. വെറുതെ എന്തിനാ? ഒന്നാമത് നിന്റെ അമ്മയ്ക്ക് വയ്യാത്തതും കൂടിയാ. പിന്നെ നീ ഇപ്പൊ വന്ന് കേറിയുള്ളൂ, അപ്പൊ തന്നെ അവരുടെ സന്തോഷം കളയുന്ന കാര്യം പോയി പറഞ്ഞാ എങ്ങനെ ശരിയാവും? അതുകൊണ്ടാ നമുക്ക് ടൈം എടുത്ത് ആലോചിച്ചിട്ടൊക്കെ പറഞ്ഞാ പോരെ. സന്തോഷം കളയുന്ന കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നിനക്കിപ്പോ പറയണ്ടെന്നാണെങ്കിൽ ഓക്കെ, പറയണ്ട. പക്ഷെ ഞാൻ എന്തായാലും പറയും ഒരു ദിവസം. അതെന്റെ കൂടെ വന്നോളാം, കേട്ടല്ലോ? ഓ, ആയിക്കോട്ടെ. വിഷ്ണു, ഞാൻ കാര്യമായിട്ടൊന്ന് ചോദിച്ചോട്ടെ? നീ ശരിക്കും ആത്മാർത്ഥമായിട്ട് തന്നെയാണോ എന്നോട് ഇഷ്ടമെന്ന് പറഞ്ഞ? അതോ ഒരു സിമ്പതി കൊണ്ടാണോ എന്നെ ഇഷ്ടപ്പെടുന്നത്? ഇപ്പോ സിമ്പതി കൊണ്ടൊന്നുമില്ല, ആത്മാർത്ഥമായിട്ട് തന്നെയാ. പക്ഷെ നിന്റെ സ്നേഹം അത് ഞാൻ മനസ്സിലാക്കാൻ കുറച്ച് വൈകിപ്പോയെന്ന് മാത്രം. ഐ ലവ് യു. ഐ ലവ് യു സോ മച്ച് വിഷ്ണു. അപ്പൊ പിന്നെ എങ്ങനെയാ, ഒരു കിസും കൂടി തരട്ടെ? നീ വിഷ്ണു, വേണ്ട, ശരിയാവില്ല. എന്ത് ശരിയാവില്ലെന്ന്? എനിക്ക് വേണമല്ലോ. ഇവിടെ കാണാ. ചില ആത്മാർത്ഥ പ്രണയങ്ങൾ അങ്ങനെ പെട്ടെന്നൊന്നും മനസ്സിലാവില്ല. പക്ഷെ മനസ്സിലേക്ക് സ്നേഹിക്കാൻ തുടങ്ങിയാലുണ്ടല്ലോ, അതിനേക്കാൾ മനോഹരമായി മറ്റൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഗൈസ്, ഈ കഥകളും കൊണ്ട് അവസാനിച്ചിരിക്കുകയാണ്. അതിനു മുമ്പ് എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു. കാരണം ഞാൻ ഇതിനകത്തെടുക്കുന്ന എല്ലാ എപ്പിസോഡും കുറെ മാസം ഗ്യാപ്പിട്ടാണ് ഞാൻ ഇടുന്നത്. അതിനൊരു കാരണമുണ്ട്. കാരണം ഒന്നാമത്തെ കാര്യം കോളേജ്, പിന്നെ സെം എക്സാം, ഇന്റേണല്, അതും ഇതൊക്കെ കൊണ്ട് ഞാൻ ബിസിയാണ്. പിന്നെ അല്ലറ ചില്ലറ വേറെ പരിപാടികളും അതൊക്കെ കൊണ്ട് ഞാൻ ബിസിയാണ്. അതിന്റെ ഇടയിൽ കൂടെ പനി, ചുമ, അങ്ങനെയുള്ള സാധനം, അങ്ങനെ മൊത്തത്തിൽ പ്രോബ്ലം ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ എപ്പിസോഡ് ഇടാൻ ഇത്ര ലാഗ് വന്നത്. പക്ഷെ ഇത് ഇരുകയും നീട്ടി സ്വീകരിച്ച് നിങ്ങളോട് എനിക്ക് ബിഗ് താങ്ക്സ്. അത്ര എനിക്ക് പറയാനുള്ളൂ. ഞാൻ എന്താ പറയാ, എന്റെ ഫസ്റ്റ് കഥ തന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഞാനിത് ശരിക്കും പറഞ്ഞ യൂട്യൂബിൽ ഇടണമെന്ന് ഉദ്ദേശിച്ച കഥയല്ല. ഞാനിത് ഇൻസ്റ്റയില് എഴുതി ഇടാൻ ഉദ്ദേശിച്ച ഒരു കഥയാണ്. പക്ഷെ അങ്ങനെ ഇട്ടാൽ അതിന്റെ ഡെപ്ത് മനസ്സിലാവില്ല. ആ ഒരു ഡെപ്ത് മനസ്സിലാക്കണമെങ്കിൽ യൂട്യൂബിൽ തന്നെ ഇത് ആ ഒരു രീതിയിൽ ഇട്ടുപോയാലേ ആ ഇമോഷൻ നമുക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി ഇങ്ങനെ ഒരു സ്റ്റോറി ഇവിടെ ഇട്ടത്. അത് ഇത്രയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് 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 താങ്ക്സ്. ഇനിയൊരു കഥയും കൂടി ഞാൻ ചെയ്യുന്നുണ്ട്, പക്ഷെ അത് ഉടനെ ഞാൻ ഇടുന്നില്ല. ടൈം ഉണ്ടല്ലോ, ഞാനത് ഇടും. അതും മാക്സിമം ലാഗ് ആക്കാണ്ട് ഇടാൻ കഴിഞ്ഞത്ര പറയാൻ പറ്റുള്ളൂ. കാരണം എനിക്ക് ഈ കുറെ തിരക്കൊക്കെ വന്നുകൊണ്ടാണ്. സോ ഈ കഥ ഇത്രയും ഹിറ്റാക്കി തന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. അധികം പറഞ്ഞ് ഞാൻ ഷളാക്കുന്നില്ല. സോ ബൈ, താങ്ക് യു.